പ്രിയ സുഹൃത്തുക്കളെ, എസൻസ് ഗ്ലോബൽ താമരശ്ശേരി വെച്ച് നടത്തുന്ന വിബ്ജിയോർ 25 എന്ന പ്രോഗ്രാമിലേക്ക് എന്നെ സംസാരിക്കാൻ ക്ഷണിച്ച എസൻസിൻ്റെ സംഘാടകരോട് ആദ്യമായി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടക്കട്ടെ. മനുഷ്യൻ്റെ ചിന്തയും അള്ളാഹുവിൻ്റെ തീരുമാനവും. ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്ന സമയത്ത് എനിക്ക് നിങ്ങളോട് ആദ്യമേ റെസ്ക്യൂസ് ചെയ്യാനുള്ള എന്താ പറഞ്ഞാൽ, എൻ്റേതായിട്ട് ഈ ഒരു സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ എനിക്ക് ഒന്നും പറയാനില്ല നിങ്ങളോട് എന്നുള്ളതാണ്. കാരണം ഒരു ഇസ്ലാമിക പ്രഭാഷണം നടത്തുന്ന സമയത്ത്, അല്ലെങ്കിൽ ഏതെങ്കിലും സെമിറ്റിക് മതങ്ങളുടെ ഒരു പ്രഭാഷണം വെച്ച് നടത്തുന്ന സമയത്ത് അവരാദ്യം ചോദിക്കുക, അതിനെന്താ തെളിവ്, ഇനി തെളിവ് കാണിച്ചുണ്ടാ എന്നാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ആധികാരികമായ ഇസ്ലാമിക ഗ്രന്ഥങ്ങളിലെ തെളിവുകൾ നിരത്തിക്കൊണ്ട് അവസാനം ഞാൻ അതിനെ ഒന്ന് അനലൈസ് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. നമുക്കറിയാം, ഒരാൾ മുസ്ലിം ആവണമെങ്കിൽ ഇസ്ലാം കാര്യം എന്ന 5 കാര്യമുണ്ട്. ഇസ്ലാം കാര്യത്തെ ശരിക്ക് ദ 5 പില്ലേഴ്സ് ഓഫ് ഇസ്ലാം, ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങൾ അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ 5 തൂണുകൾ എന്നൊക്കെ പറയും. അതായത് ഈ 5 കാര്യങ്ങളും വിശ്വസിച്ചാലേ ഒരാൾ മുസ്ലിം ആവുകയുള്ളൂ. അതായത് ഷഹാദത്ത്, നിസ്കാരം, സക്കാത്ത്, നോമ്പ്, ഹജ്ജ്. ഈ 5 കാര്യങ്ങളും ഫോർ ആക്ഷൻ, പ്രവർത്തിക്കാൻ വേണ്ടിയുള്ളതാണ്. അതേപോലെ തന്നെ 6 കാര്യങ്ങളുണ്ട്. ഈമാൻ കാര്യം എന്ന് പറഞ്ഞ 6 കാര്യങ്ങൾ. ഈ 6 കാര്യങ്ങളും ഫോർ ബിലീവ്, വിശ്വസിക്കാൻ വേണ്ടിയുള്ളതാണ്. അതായത് അള്ളാഹുവിൽ വിശ്വസിക്കുക, അവൻ്റെ മലക്കളിൽ വിശ്വസിക്കുക, അവൻ്റെ കിതാബുകളിൽ വിശ്വസിക്കുക, അവൻ്റെ പ്രവാചകന്മാരിൽ വിശ്വസിക്കുക, അന്ത്യനാളിൽ വിശ്വസിക്കുക. 6ാമത്തെ കാര്യം ഞാൻ പറയാം. അപ്പം ഈ ഇസ്ലാം കാര്യവും ഈമാൻ കാര്യവും വിശ്വസിച്ചാൽ മാത്രമേ, ഇവ എല്ലാം അറിഞ്ഞിരിക്കൽ ഫർളാണ്. ഇവ അറിഞ്ഞിട്ടില്ലെങ്കിൽ, ഇവ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു ആൾ വിശ്വാസിയാവില്ല, അദ്ദേഹം നരകത്ത് പോകുമെന്ന് പറയുന്നത്. 6ാമത്തെ കാര്യമാണ് അൽ ഖദ്രി ഹൈരിഹി വഷരിമിഹി മിനല്ലാഹി തആല എന്നാണ് പറയുന്നത്. അതായത് എല്ലാ നന്മയും തിന്മയും ഉണ്ടാവുന്നത് അള്ളാഹുവിൽ നിന്നാണെന്ന് വിശ്വസിക്കണം. അതായത് കുല്ലും മിൻ ഇന്ദില്ല, എല്ലാം അള്ളാഹുവിൽ നിന്നാണ് എന്നാണ് പറയുന്നത്. അങ്ങനെ വിശ്വസിച്ചാൽ മാത്രമേ ഒരാൾ മുസ്ലിം ആവുകയുള്ളൂ എന്നതിൻ്റെ കുറച്ച് ഹദീസ് തെളിവുകൾ ഞാൻ തരാം. അതായത് IPS പുറത്തിറക്കിയ സുനൻ തിർമിദി അധ്യായം വിധിവിശ്വാസം ഹദീസ് നമ്പർ 2145 പറയുന്നു, ജാബിർ ഇബ്നു അബ്ദുള്ളയിൽ നിന്ന് റസൂൽ അരളി, നന്മയായാലും തിന്മയായാലും ദൈവവിധിയിൽ വിശ്വസിക്കാത്ത ഒരാളും വിശ്വാസിയാവുകയില്ല. അതേപോലെ തന്നെ മറ്റൊരു ഹദീസാണ് IPH പുറത്തിറക്കിയ തിർമിദി അധ്യായം വിധിവിശ്വാസം 2150 ഇബ്നു അബ്ബാസിൽ നിന്ന്, പ്രവാചകൻ അരുൾ ചെയ്തു, സമുദായത്തിലെ 2 വിഭാഗത്തിന് ഇസ്ലാമുമായി ഒരു ബന്ധവുമില്ല. അതിലൊന്ന് ഖദരിയാക്കളാണ്. ഖദരിയ മീൻസ്, ഖദരിയാക്കൾ എന്ന് പറഞ്ഞാൽ ഖദർ നിഷേധികൾ. ഞാൻ അങ്ങോട്ട് വരാം. പിന്നെ ഖദർ അല്ലെങ്കിൽ ഖലാ, ഇതാണ് നമ്മൾ വിധിവിശ്വാസം എന്ന് ഇസ്ലാമിൽ പറയുന്ന 2 സംഭവങ്ങൾ. ഖദർ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പറയാറുണ്ട്, അത് അള്ളാഹുവിൻ്റെ ഖദർ കൊണ്ട് സംഭവിച്ചത്, അത് അള്ളാഹുവിൻ്റെ ഖദറാണ്, അത് അള്ളാഹുവിൻ്റെ ഖലാ കൊണ്ട് സംഭവിച്ചാൽ നമ്മൾ കോമൺ ആയിട്ട് മുസ്ലിങ്ങളൊക്കെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അത് ഖദർ എന്നാൽ വിധി അല്ലെങ്കിൽ നിർണയം എന്ന് പറയും. ഖലാ എന്ന് പറയുമ്പോൾ തീരുമാനം, ഉദ്ദേശം, ഇച്ഛ എന്നൊക്കെ പറയും. അതായത് അള്ളാഹുവിൻ്റെ തീരുമാനം, അള്ളാഹുവിൻ്റെ ഉദ്ദേശം അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഇച്ഛ എന്നൊക്കെ പറയും. ഖലാ എന്ന് പറഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നതിനെക്കുറിച്ചുള്ള ഒരു മുന്നറിവിന് നമുക്ക് ഖലാ എന്ന് പറയാം. ഖദർ എന്നാൽ ആ അറിവനുസരിച്ച് സംഭവിക്കുന്നത്. മറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിന് പണ്ടേയുള്ള അറിവിനെ ഖലാ എന്ന് പറയുമ്പോൾ ആ അറിവനുസരിച്ച് കാര്യങ്ങൾ ഉണ്ടാക്കുന്നതിന് നമുക്ക് ഖദർ എന്ന് പറയുന്നു. അതേപോലെ തന്നെ ഇറാദത്ത് എന്ന് അറബിയിൽ പറഞ്ഞാൽ വേണ്ടുക വെക്കൽ, ഉദ്ദേശിക്കൽ, ഇച്ഛിക്കൽ എന്നൊക്കെ പറയും. പിന്നെ അതേപോലെ മുംകിനാത്ത് എന്ന് പറഞ്ഞാൽ സാധ്യമായ എല്ലാ കാര്യങ്ങളെയും അറബിയിൽ മുംകിനാത്ത് എന്നാണ് പറയുന്നത്. അതായത് ഉണ്ടാവുകയും ഉണ്ടാവാതിരിക്കുകയും ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും മുംകിനാത്തുകളിൽ പെട്ടതാണ് എന്നർത്ഥം. അള്ളാഹുവിൻ്റെ മുംകിനാത്ത്, അതായത് ഉദ്ദേശം എല്ലാ സാധ്യമായ കാര്യങ്ങളെയും ഉൾക്കൊണ്ടതാണ് എന്ന് സാരം. അതായത് പ്രപഞ്ചവും അതിലെ സർവ്വചരാചരങ്ങളും അവയുടെ ഗതിവിഗതികളും ഇതുവരെ ഉണ്ടായതും ഇനി ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതും ഇനി ഉണ്ടാവുന്നതും തുടങ്ങി സകല കാര്യങ്ങളും അള്ളാഹുവിൻ്റെ ഇറാദത്ത് കൊണ്ട്, അതായത് വേണ്ടുക കൊണ്ട് ഉണ്ടായതാണ്. അവയെല്ലാം മുൻകിനാത്താണ് എന്ന് സാരം. അതായത് ഈമാന്, കുഫ്ർ, ഷിർക്ക്, നന്മ, തിന്മ, സന്തോഷം, ദുഃഖം, രോഗം, ദാരിദ്ര്യം, അപകടം, ആരോഗ്യം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ വേണ്ടുകയാൽ ഇറാദത്താൽ കൊണ്ടുണ്ടായതാണ് എന്ന് സാരം. ഖദറിൽ വിശ്വസിക്കാത്ത ഒരാൾ വിശ്വാസിയാവുകയില്ല എന്ന് വീണ്ടും ഹദീസ് പറയുന്നു. അബൂദാവൂദിൻ്റെ ഒരു ഹദീസിൽ ഉണ്ട്, ഖദറിൽ വിശ്വസിക്കാത്തവൻ മരിച്ചാൽ മയ്യത്ത് നിസ്കാരത്തിൽ പങ്കെടുക്കരുതെന്നും അവന് രോഗം പിടിപെട്ടാൽ സന്ദർശിക്കരുതെന്നും അവൻ ദജ്ജാലിൻ്റെ അനുയായികളാണെന്നും നബി പറഞ്ഞിട്ടുണ്ട്.
അബൂദാവൂദിന്റെ മറ്റൊരു ഹദീസ് പറയുന്നു, നബി പറഞ്ഞു, ഖദറിനെ നിഷേധിക്കുന്നവരുടെ കൂട്ടത്തിൽ നിങ്ങൾ പെട്ടുപോകരുത്, അവരോട് നിങ്ങൾ സംസാരിക്കുകയും അരുത്. ഈ മുൻകാലങ്ങളിലും ഖദറിനെക്കുറിച്ചും ഖദാഇനെക്കുറിച്ചും പലപ്പോഴും തർക്കം നടന്നിട്ടുണ്ട്. അതായത് എല്ലാം അള്ളാഹു തീരുമാനിച്ചതിന് പ്രകാരമാണ് മനുഷ്യൻ ചെയ്തത് എന്ന ഖദറിനെക്കുറിച്ചും ഖദാഇനെക്കുറിച്ചിട്ടും മുൻകാലങ്ങളിൽ തർക്കം നടന്നിട്ടുണ്ട്. ഖദരിയത്ത് ഓർ ഖദരിയാക്കൾ എന്ന് പറഞ്ഞാൽ ഖദർ നിഷേധികളാണ്. അതായത് എല്ലാം അള്ളാഹുവിൻ്റെ മുൻകൂട്ടിയുള്ള തീരുമാനപ്രകാരം മാത്രമല്ലെന്നും അത് മനുഷ്യൻ്റെ സ്വാഭാവികമായിട്ടുള്ള ചിന്താശേഷിക്കനുസരിച്ച് മനുഷ്യൻ തീരുമാനം എടുക്കുന്നതനുസരിച്ചാണ് ഉണ്ടാവുന്നതെന്നും വിശ്വസിക്കുന്ന അവരെ നമ്മൾ ഖദരിയാക്കൾ എന്ന് പറയുന്നു. അതേപോലെ ജിബ്രിയത്ത് ഓർ ജിബ്രിയാക്കൾ എന്ന് പറഞ്ഞാൽ നേരെ മറിച്ച് എല്ലാം ഒരു മനുഷ്യൻ എന്ത് ചെയ്യണമെന്ന് അള്ളാഹു മുൻകൂട്ടി തീരുമാനിച്ചതിന് പ്രകാരമാണ് ഉണ്ടാവുന്നതെന്നും നമുക്ക് സ്വന്തം തീരുമാനം എടുക്കാനുള്ള ഒരു ശക്തിയുമില്ലെന്നും എല്ലാ തീരുമാനങ്ങളും അള്ളാഹുവിൻ്റെ ഇച്ഛ പ്രകാരം ഒരു റോബോട്ടിനെ പോലെയോ ഒരു യന്ത്ര മനുഷ്യനെ പോലെയോ മാത്രമാണ് പ്രവർത്തിക്കുന്നത് എന്നും വിശ്വസിക്കുന്നവരാണ് ജിബ്രിയാക്കൾ. പിന്നെ കെ വി മുഹമ്മദ് മുസ്ലിയാർ കൂട്ടനാടിൻ്റെ ഖുർആൻ പരിഭാഷ വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. അദ്ദേഹം പറയുന്നുണ്ട്, ഖദറിനെക്കുറിച്ച് നിങ്ങൾ തർക്കിച്ചിട്ടും ചർച്ച ചെയ്തിട്ടും സമയം പോയാക്കരുത്. അള്ളാഹു എന്താണോ ആജ്ഞാപിക്കപ്പെട്ടത് അത് മാത്രം ചെയ്താൽ മതിയെന്ന്. അതായത് ഒരു മതം വിശ്വസിക്കാൻ അതിൻ്റെ ചിന്തയുടെ ആവശ്യമില്ല, ചോദ്യം ചെയ്യാൻ പാടില്ല, നിങ്ങൾ അങ്ങോട്ട് വിശ്വസിച്ചാൽ മതി എന്ന് സാരം. ആർക്കെങ്കിലും വിധിവിശ്വാസത്തിൽ സംശയം തോന്നി തർക്കിച്ചാൽ ഹദീസ് പറയുന്നു, തിർമിദി IPC പുറത്തിറക്കിയ തിർമിദിയിലെ അധ്യായം വിധിവിശ്വാസം ഹദീസ് നമ്പർ 2134, രണ്ടുപേരെ വിധിവിശ്വാസത്തെക്കുറിച്ച് തർക്കിച്ചപ്പോൾ പ്രവാചകൻ പറഞ്ഞു, തീർച്ചയായും നിങ്ങൾക്ക് മുമ്പേ ഉള്ളവർ നശിച്ചത് ഈ വിഷയത്തിൽ പരസ്പരം തർക്കിച്ചപ്പോഴാകുന്നു. അതുകൊണ്ട് ഞാൻ കർശനമായി പറയുന്നു, മേലിൽ ഈ വിഷയത്തിൽ നിങ്ങൾ തർക്കിക്കരുത്. മറ്റൊരു ഹദീസ് തിർമിദി തന്നെ പറയുന്നു, IPC പുറത്തിറക്കിയ തിർമിദിയിൽ ഹദീസ് നമ്പർ 2158, അബൂ ഹുറൈറയിൽ നിന്ന് ഖുറൈശികളായ മുശ്രിക്കുകൾ ഖദറിനെക്കുറിച്ച് തർക്കിച്ചുകൊണ്ട് പ്രവാചകന്റെ അടുത്ത് വന്നു. അപ്പോഴാണ് സൂറ 54 അൽ ഖമർ 48-49 സൂക്തം അവതരിപ്പിച്ചത്. മുഖം നിലത്തുകുത്തിയ നിലയിൽ അവർ നരകാഗ്നിയിലൂടെ വലിച്ചിഴക്കപ്പെടുന്ന ദിവസം അവരോട് പറയപ്പെടും, നിങ്ങൾ നരകത്തിൻ്റെ സ്പർശം അനുഭവിച്ചു കൊള്ളുക. തീർച്ചയായും എല്ലാ വസ്തുക്കളെയും നാം സൃഷ്ടിച്ചുള്ളത് ഖദർ പ്രകാരമാകുന്നു. ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇഖ്തിയാർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രീ വിൽ എന്ന് പറയും. അതായത് ഏതൊരു കാര്യത്തെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം മനുഷ്യനുണ്ട്, അതായത് ഫ്രീ വിൽ ഉണ്ട് എന്നതാണ് ഇഖ്തിയാർ പറയുന്നത്. അതായത് ഇസ്ലാമിസ്റ്റുകൾ പറയുന്നത് എന്താ പറഞ്ഞാൽ അള്ളാഹുവിനെ എല്ലാം മുൻകൂട്ടി അറിയാൻ പറ്റും, പക്ഷേ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മൾ മനുഷ്യന്മാർക്ക് കൊടുത്തിട്ടുണ്ട് എന്നാണ് ഇസ്ലാമിസ്റ്റുകൾ പറയുന്നത്. അതേപോലെ തന്നെ പ്രവൃത്തി അള്ളാഹുവിൻ്റെതാണ്, പക്ഷേ എന്ത് പ്രവർത്തിക്കണമെന്ന് തീരുമാനിക്കുന്നത് മനുഷ്യരാണെന്ന് പറയുന്നത്. ഇവിടെ ഒരു വൈരുദ്ധ്യമുണ്ട്. ഇത് അള്ളാഹു എല്ലാം മുൻകൂട്ടി പ്രവൃത്തി അള്ളാഹ് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യൻ മറ്റൊന്നാണ് പ്രവർത്തിക്കുന്നെങ്കിൽ ഇത് അള്ളാഹുവിൻ്റെ തീരുമാനത്തിനെതിരായി മാറും. പണ്ടൊരു കഥയുണ്ട്, അള്ളാഹുവിന് എല്ലാത്തിനും കഴിവുള്ള ആളാണ് അള്ളാഹു എന്ന് പറഞ്ഞപ്പോൾ ആരോ ഒരാൾ ചോദിച്ചു, എങ്കിലും അള്ളാഹുവിനെ എടുത്താൽ പൊന്താത്ത ഒരു കല്ലുണ്ടാക്കട്ടെ എന്ന്. അപ്പം അള്ളാഹുവിനെ എടുത്താൽ പൊന്താത്ത ഒരു കല്ലുണ്ടാക്കുന്നവർ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് ഉണ്ടാക്കിയാലും ഉണ്ടാക്കിയില്ലെങ്കിലും അള്ളാഹു സർവശക്തനാണ് എന്നുള്ള വാദം അവിടെ പൊളിയും. അപ്പം ഇനി ഞാൻ ചെയ്യുന്നത് ഫ്രീ വില്ലിനെ കുറിച്ച് ഖുർആനും ഹദീസും, അതായത് മുഹമ്മദ് നബിയും അള്ളാഹു ഒക്കെ എന്ത് പറഞ്ഞു എന്ന് ഞാൻ ഖുർആനിലൂടെയും ഹദീസിലൂടെയും ഒരു സഞ്ചാരം നടത്തുകയാണ് ചെയ്യുന്നത്. ഖുർആൻ 81-ാമത്തെ ആയത്ത് 89-ാമത്തെ സൂറത്ത് 27, 28, 29 ആയത്ത് പറയുന്നു, ഇൻ ഹുവ ഇല്ലാ ദിക്റുൻ ലിൽ ആലമീൻ വമിൻ ഷാഅ മിൻകും അൽ യസ്തഖീം വമാ തശാഊന ഇല്ലാ യശാ അല്ലാഹി റബ്ബുൽ ആലമീൻ. അതായത് ഈ ഖുർആൻ ലോകർക്കാകെയുള്ള ഒരു ഉദ്ബോധനമല്ലാതെ മറ്റൊന്നുമല്ല. അതായത് നിങ്ങളിൽ നിന്ന് നേർവഴിയിൽ നടക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്, എന്നാൽ ലോകനാഥനായ അള്ളാഹു ഉദ്ദേശിച്ചതല്ലാതെ നിങ്ങൾക്ക് ഉദ്ദേശിക്കാൻ കഴിയില്ല. ഇവിടെ ഖുർആൻ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിലും നേർവഴിയിൽ നടക്കാനുള്ളവർക്ക് ഉള്ളൊരു ഉദ്ബോധനമാണെന്ന് പറയുന്നുണ്ടെങ്കിലും അള്ളാഹു ഉദ്ദേശിച്ചാലേ നിങ്ങൾക്ക് ഉദ്ദേശിക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. അടുത്ത് പറയുന്നു 76 അദ്ദഹർ സൂറത്ത് പറയുന്നു 29-30, ഇത് ഖുർആൻ ഒരു ഉദ്ബോധനമാകുന്നു. അതിനാൽ വല്ലവരും ഉദ്ദേശിക്കുന്ന പക്ഷം തങ്ങളുടെ രക്ഷിതാവിലേക്കുള്ള മാർഗം സ്വീകരിക്കട്ടെ. അള്ളാഹു ഉദ്ദേശിക്കുന്ന പക്ഷമല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുകയില്ല. അള്ളാഹു സർവജ്ഞനും യുക്തിമാനുമാകുന്നു. ഇവിടെയും പറയുന്നത് അള്ളാഹു ഉദ്ദേശിച്ചാലേ കാര്യങ്ങൾ നടക്കുന്നു. പിന്നെ പറയുന്നു 74-ാമത്തെ സൂറത്ത് അൽ മുത്തസിർ പറയുന്നു 54, 55, 56 ആയത്ത് പറയുന്നു, യഥാർത്ഥമായും ഇത് ഖുർആൻ ഒരു ഉദ്ബോധനമാകുന്നു. അതിനാൽ ഇഷ്ടമുള്ളവൻ അത് സ്വീകരിച്ച് ഉത്ബുദ്ധനാവട്ടെ. എന്നാൽ അള്ളാഹു ഉദ്ദേശിച്ചാലല്ലാതെ അവരത് സ്വീകരിക്കുകയില്ല. ഇവിടെയും പറയുന്നു അള്ളാഹു ഉദ്ദേശിച്ചാലേ അത് സ്വീകരിക്കുമെന്ന്. ഇനി മറ്റൊരു ഇരട്ടത്താപ്പാണ്. ഖുർആൻ 16:9 പറയുന്നു, അള്ളാഹുവിൻ്റെ ബാധ്യത നേർവഴി കാണിച്ചു തരിക എന്നതാകുന്നു. അവയുടെ കൂട്ടത്തിൽ പിഴച്ചവയുമുണ്ട്, എന്നാൽ അവൻ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ നിങ്ങളെയൊക്കെ അവൻ നേർവഴിയിലാക്കുമായിരുന്നു. അതായത് അള്ളാഹുവിൻ്റെ ബാധ്യത നേർവഴി കാണിച്ചു തരിക എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്, പക്ഷേ അവയുടെ കൂട്ടത്തിൽ പിഴച്ചവയുണ്ട് എന്നാണ് പറയുന്നത്. അതായത് ഇരട്ട രണ്ട് തലയും കത്തിച്ച് നടുവ് പിടിക്കുക എന്ന പരിപാടി. അപ്പം അള്ളാഹു ഉദ്ദേശിച്ചാലേ നിങ്ങൾ നേർവഴിയിലാവുമായിരുന്നുള്ളൂ എന്ന് ഖുർആൻ പറയുന്നു.
ഇനി മനുഷ്യന്മാരെ നരകത്തിന് വേണ്ടി സൃഷ്ടിച്ചു എന്ന് ഖുർആൻ ഇവിടെയൊക്കെ പറയുന്നു. 7:179 പറയുന്നു, ജിന്നുകളിലും മനുഷ്യരിലും ധാരാളം പേരെ നരകത്തിന് വേണ്ടി നാം സൃഷ്ടിച്ചിട്ടുണ്ട്. ഇനി 32:13 പറയുന്നു, നാം നിശ്ചയിച്ചിരുന്നെങ്കിൽ നേരത്തെ തന്നെ എല്ലാ മനുഷ്യരെയും സന്മാർഗികളാക്കുമായിരുന്നു. എന്നാൽ ജിന്നുകൾ, മനുഷ്യർ എന്നീ 2 വിഭാഗത്തെയും കൊണ്ട് നാം നരകം നിറയ്ക്കുക തന്നെ ചെയ്യും എന്ന് എൻ്റെ പക്കൽ നിന്നുള്ള പ്രഖ്യാപനം യാഥാർത്ഥ്യമായിരിക്കുന്നു. അതായത് മനുഷ്യരെയും ജിന്നുകളെയും സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ അള്ളാഹു ഇവിടെ തീരുമാനിച്ചിട്ടുണ്ട്, കുറേ ആൾക്കാർ ഇന്ന ആൾക്കാരൊക്കെ നരകത്തിന് വേണ്ടി ഉണ്ടാക്കിയതാണ്, ഇന്ന ആൾക്കാർക്ക് സ്വർഗത്തിന് വേണ്ടി ഉണ്ടാക്കിയതാണ് എന്ന് അള്ളാഹു ആദ്യമേ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇവിടെ മറ്റൊരു ഹദീസ് പറയുന്നു, IPH പുറത്തിറക്കിയ മുസ്ലിം അധ്യായം വിധിവിശ്വാസം ഹദീസ് നമ്പർ 1855, ഉമ്മുൽ മുഅ്മിനീൻ ആയിഷയിൽ നിന്ന്, അൻസാറുകളിൽപ്പെട്ട ഒരു കുട്ടിയുടെ ജനാസ നമസ്കാരത്തിന് പ്രവാചകൻ ക്ഷണിക്കപ്പെട്ടു. ഞാൻ പറഞ്ഞു, റസൂലേ, ഇവന് സന്തോഷ വാർത്ത, സ്വർഗത്തിലെ കുരുവികളിൽ ഒന്ന് തിന്മ പ്രവർത്തിച്ചിട്ടില്ല, അതെന്താണെന്ന് അറിഞ്ഞിട്ടുമില്ല. അപ്പോൾ പ്രവാചകൻ ചോദിച്ചു, ആയിഷ, അങ്ങനെ അല്ലാതെയുമായിക്കൂടെ? അള്ളാഹു സ്വർഗത്തിന് അവകാശികളെ സൃഷ്ടിച്ചിട്ടുണ്ട്. സ്വർഗത്തിന് വേണ്ടി അവരെ സൃഷ്ടിച്ചപ്പോൾ അവർ അവരുടെ പിതാക്കളുടെ മുതുകുകളിലായിരുന്നു. നരകത്തിന് വേണ്ടി അവകാശികളെയും ചിലരെ സൃഷ്ടിച്ചു. അതിന് അവരെ സൃഷ്ടിച്ചപ്പോൾ അവർ അവരുടെ പിതാക്കളുടെ മുതുകളിലായിരുന്നു. ഇവിടെ പിതാക്കളുടെ മുതുകൾ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക നയപ്രകാരം ബീജം പുറപ്പെടുന്നത് മുതുകളിൽ നിന്നാണ്, നട്ടിൽ നിന്നാണ് കണ്ടത്. അത് ഞാൻ അങ്ങോട്ട് വിശദീകരിക്കുന്നില്ല. അപ്പം പറയുന്ന ഇവിടെയും ആദ്യമേ തീരുമാനിച്ചിട്ടുണ്ട്, ജനിക്കുന്നതിന് മുമ്പേ തീരുമാനിച്ചിട്ടുണ്ട് സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്ന് സാരം. പിന്നെ ഇത് നോക്കുക, അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവരെ വൈകേടിലാക്കുന്നു, അവൻ ഉദ്ദേശിക്കുന്നവരെ നേർവയിലാക്കുന്നു എന്ന് 20ഓളം സ്ഥലത്ത് ഖുർആനിൽ പറയുന്നുണ്ട്. അവൻ ഉദ്ദേശിക്കുന്നവരെ വൈകേടിലാക്കുന്നു, അവൻ ഉദ്ദേശിക്കുന്നവരെ നേർവയിലാക്കുന്നു, 20ഓളം സ്ഥലത്ത് ഖുർആനിൽ പറയുന്നുണ്ട്. പിന്നെ അള്ളാഹു വൈകേടിലാക്കുന്നവരെ നേർവയിലാക്കാൻ ആരുമില്ല, ആർക്കുമാവില്ല എന്ന് 10ലധികം സ്ഥലത്ത് ഇവിടെ നമുക്ക് പറയുന്നത് കാണാം. ഇനി അള്ളാഹു ഉദ്ദേശിക്കുന്നത് ചെയ്യുന്നു. അവൻ എന്താണോ ഉദ്ദേശിക്കുന്നത്, അവൻ എന്ത് ചെയ്യുന്നതെന്ന് 2:253, 22:18 പറയുന്നു. അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നത് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഇനി എല്ലാ നന്മയും തിന്മയും അള്ളാഹുവിൽ നിന്നാണ്. കുല്ലു മിൻ ഇന്ദില്ല എന്ന് പറയുന്നത് 4:78. പിന്നെ അമുസ്ലിങ്ങളുടെ കാതുകൾക്ക് അടപ്പിട്ടിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അതായത് മുഹമ്മദ് നബി 13 വർഷം മക്കയിൽ പ്രബോധനം നടത്തുന്ന കാലത്ത് ഉടനീളം മക്കയിലിട്ട് നാവിട്ട് അലച്ചിട്ടും ആർക്കും ഇത് വിശ്വാസം വരുന്നില്ല. തെളിവുകൾ പറഞ്ഞു കൊടുക്കാൻ പറയുന്നുണ്ട്, ഒരു തെളിവും ഹാജരാക്കാൻ പറ്റുന്നില്ല. അങ്ങനെ സമയത്ത് അവസാനം 10-9 പേരെ മാത്രം സ്വീകരിച്ച് അവരുമായിട്ട്, ആ മുഹാജിറുകളുമായിട്ട് മദീനയിലേക്ക് പാലായനം ചെയ്തുകൊണ്ട് വാളുകൊണ്ടാണ് ഇസ്ലാം മതം സ്ഥാപിച്ചതെന്ന് നമുക്കറിയാം. പക്ഷേ ഈ മക്കയിൽ പ്രബോധനം നടത്തുന്ന കാലത്ത് ഈ വിശ്വാസികൾ ചോദ്യം ചെയ്യാൻ സമയത്ത് ഇവിടെ നിങ്ങളുടെ കാതുകൾക്കെല്ലാം അടപ്പിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറുന്ന ഒരു അള്ളാഹുവിനെയും മുഹമ്മദ് നബിയാണ് നമ്മൾ കാണുന്നത്. ഖുർആൻ 6:25 പറയുന്നു, നീ, അതായത് മുഹമ്മദ് പറയുന്നത് കേൾക്കുന്നവരിൽ അവരിലുണ്ട്, എങ്കിലും നാം അവരുടെ മനസ്സുകൾക്ക് മറയിട്ടിരിക്കുന്നു, അതിനാൽ അവരത് മനസ്സിലാക്കുന്നില്ല. അവരുടെ കാതുകൾക്ക് നാം അടപ്പിട്ടിരിക്കുന്നു, എന്തൊക്കെ തെളിവുകൾ കണ്ടാലും അവർ വിശ്വസിക്കുകയില്ല. അതേപോലെ തന്നെ 18:57 പറയുന്നു, തൻ്റെ നാഥൻ്റെ വചനങ്ങൾ ഓർമ്മിപ്പിക്കുമ്പോൾ അതിനെ അവഗണിച്ച് തള്ളുകയും തൻ്റെ കൈകൾ നേരത്തെ ചെയ്തു വെച്ചത് മറന്നു കളയുകയും ചെയ്തവനേക്കാൾ കടുത്ത അക്രമി ആരുണ്ട്? അവർക്ക് കാര്യം ഗ്രഹിക്കാനാവാത്ത വിധം അവരുടെ ഹൃദയങ്ങൾക്ക് നാം മൂടിയിട്ടിരിക്കുന്നു, അവരുടെ കാതുകളിൽ അടപ്പിട്ടിരിക്കുന്നു. നീ അവരെ നേർവഴിയിലേക്ക് എത്ര തന്നെ വിളിച്ചാലും അവരൊരിക്കലും നേർമാർഗം സ്വീകരിക്കുകയില്ല. ഇവിടെയും അള്ളാഹു അവരുടെ മനസ്സുകൾക്ക്, കാതുകൾക്ക്, കണ്ണുകൾക്ക് അടപ്പിട്ടിരിക്കുന്നു എന്ന് സാരം. 2:6-7 പറയുന്നു, സത്യനിഷേധികൾക്ക് താക്കീത് നൽകുന്നതും നൽകാതിരിക്കുന്നതും തുല്യമാണ്. അവർ വിശ്വസിക്കുകയില്ല. അള്ളാഹു അവരുടെ ഹൃദയവും കാതും അടച്ച് മുദ്ര വെച്ചിരിക്കുന്നു, അവരുടെ കണ്ണുകളിൽ മുഴുവൻ മൂടിയുണ്ട്. ഇവിടെ ഹൃദയം എന്ന് പ്രയോഗിച്ചത് ഇസ്ലാമിക പ്രകാരം ഹൃദയം കൊണ്ടാണ്, ചിന്തിക്കുക, തലച്ചോറ് കൊണ്ടല്ല. അപ്പം ഇവിടെയും നാം കാണുന്നത് അള്ളാഹു അടപ്പിട്ടിരിക്കുന്നു എന്നതാണ്. പിന്നെ 6:125 പറയുന്നു, അള്ളാഹു ആരെങ്കിലും നേർവഴിയിലാക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവൻ്റെ ഹൃദയം ഇസ്ലാമിലേക്ക് അവൻ തുറന്നു കൊടുക്കുന്നതാണ്. ആരെങ്കിലും വൈകീടിലാക്കാൻ ഉദ്ദേശിക്കുന്നുവോ അവൻ്റെ ഹൃദയം ഇടുങ്ങിയതും ഞെരുങ്ങിയതുമാക്കി മാറ്റുന്നു എന്നാണ് പറയുന്നത് ഇവിടെ. ഇതൊക്കെ നിങ്ങൾ സ്വയം അനലൈസ് ചെയ്താൽ മനസ്സിലാവുന്ന ആയത്തുകളാണ്. പിന്നെ എല്ലാ ഫിത്നകളും ഉണ്ടാക്കുന്നത് അള്ളാഹു ആണെന്ന് ഖുർആൻ വായിച്ചാൽ മനസ്സിലാവും. 17-16 പറയുന്നു, ഒരു നാടിനെ നശിപ്പിക്കണമെന്ന് നാം ഉദ്ദേശിച്ചാൽ അവിടുത്തെ സുഖലോലുപരോട് നാം കൽപ്പിക്കും. അങ്ങനെ അവരവിടെ അധർമ്മം പ്രവർത്തിക്കും, അതോടെ അവിടം ശിക്ഷാർഹമായി തീരുന്നു. അങ്ങനെ നാം അതിനെ തകർത്തു തരിപ്പണമാക്കും. അള്ളാഹു ഒരു നാടിനെ നശിപ്പിക്കണമെന്ന് ഉദ്ദേശിച്ചാൽ ആദ്യം തന്നെ അവിടുത്തെ അധർമ്മികളോടൊക്കെ പറഞ്ഞ് നിങ്ങൾ അള്ളാഹ് തന്നെ ഏർപ്പാടാക്കിയിട്ട് അത് നശിപ്പിച്ച് കളയുമെന്ന് അള്ളാഹ് തന്നെ കാര്യങ്ങൾ തീരുമാനിക്കുക എന്ന സാരം. 6:123 പറയുന്നു, അപ്രകാരം തന്നെ എല്ലാ നാട്ടിലും കുതന്ത്രങ്ങൾ കുത്തിപ്പൊക്കാൻ അവിടങ്ങളിലെ കുറ്റവാളികളായ തലവന്മാരെ നാം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെയും അള്ളാഹുവാണ് കുതന്ത്രം എടുക്കുന്നത്. 25-31 പറയുന്നു, അவ்விധം എല്ലാ പ്രവാചകന്മാർക്കും കുറ്റവാളികളായ ശത്രുക്കളെ നാം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ നമുക്കറിയാം, ഖുർആൻ വായിച്ചാൽ അള്ളാഹു മുഹമ്മദിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഇന്നല്ലാഹു മലായിക്കത്തുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. ഞാൻ മുഹമ്മദിന് വേണ്ടി, കാരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരു കാര്യം മലക്കളും പ്രാർത്ഥിക്കുന്നുണ്ട്, നിങ്ങളും പ്രാർത്ഥിക്കുന്നു
ഖുർആനിൽ പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ അള്ളാഹ് ആരോടാണ് പ്രാർത്ഥിക്കുകയെന്നും ഇതുവരെ കാരുണ്യം കൊടുത്തില്ലല്ലോ ചോദ്യമൊന്നും വേണ്ട. എങ്കിൽ കൂടിയും ഇവിടെയും പ്രവാചകന്മാർക്ക് 1,25,000 പ്രവാചകന്മാരെ സൃഷ്ടിച്ച് ആ പ്രവാചകന്മാർക്ക് പോലും കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്ന ശത്രുക്കൾ ഉണ്ടാക്കുന്ന, എന്നിട്ട് ഇവിടുന്ന് തിരിഞ്ഞ് മുഹമ്മദിനൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു അള്ളാഹുവിനെയാണ് കാണുന്നത്. 64:11 പറയുന്നു, അള്ളാഹുവിൻ്റെ അനുമതിയില്ലാതെ ആർക്കും ഒരാപത്തും സംഭവിക്കില്ല. ഇവിടെ മുണ്ടക്കൈ ദുരന്തം ഉണ്ടാവാനും ചുരൽമര ദുരന്തം ഉണ്ടാവാനും അങ്ങനെ തുടങ്ങിയിട്ട് എല്ലാ ദുരന്തങ്ങളും അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടി അള്ളാഹ് ആദ്യം തീരുമാനിച്ചിട്ട് ഉണ്ടായതാണ്. അവിടുത്തെ മനുഷ്യന്മാർ എന്ത് തെറ്റ് ചെയ്തു എന്ന് ചോദിക്കരുത്. 16:93 പറയുന്നു, അള്ളാഹു ഇച്ഛിച്ചിരുന്നെങ്കിൽ നിങ്ങളെ അവൻ ഒറ്റ സമുദായമാക്കുമായിരുന്നു. എന്നാൽ അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ വഴികേടിലാക്കുന്നു, അവൻ ഉദ്ദേശിക്കുന്നവരെ നേർവഴിയിലാക്കുകയും ചെയ്യുന്നു. ഇവിടെ ആ കാലത്ത് തന്നെ ഗോത്രങ്ങൾ പരസ്പരം യുദ്ധം ചെയ്യുമായിരുന്നു, പരസ്പരം ഏറ്റുമുട്ടുമായിരുന്നു. ഈ കാലത്ത് നമുക്കറിയാം പല ഗോത്രങ്ങളും ജാതിയും മതവും സമുദായവും ഒക്കെ ആയിട്ട് വേർതിരിഞ്ഞ് മനുഷ്യന് എന്നും രാഷ്ട്രീയത്തിൻ്റെയോ അല്ലെങ്കിൽ നിറത്തിൻ്റെയോ ഒക്കെ പേരിൽ അടിപിടി കൂടുന്ന ഒരു ജനസമൂഹത്തെ നമ്മൾ കാണുന്നു. അതും അള്ളാഹു ഉദ്ദേശിച്ചത് കൊണ്ടാണ് ഇങ്ങനെ വേർതിരിച്ച് ഉണ്ടാക്കിയത് എന്ന് സാരം. അതേപോലെ ഇബ്ലീസിനെ സൃഷ്ടിച്ചതിലേക്ക് നമ്മളെത്തുന്ന സമയത്ത് നമുക്കറിയാം, ഒരു ഭാഗത്ത് അള്ളാഹു മനുഷ്യൻ്റെ നന്മയാണ് ഉദ്ദേശിച്ചതെങ്കിൽ മറുഭാഗത്ത് ഈ തിന്മ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇബ്ലീസിനെയും സൃഷ്ടിച്ചു എന്ന് കാണാം. അള്ളാഹു മനുഷ്യൻ്റെ നന്മയാണ് ഉദ്ദേശിച്ചെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളൊരാൾക്കൊരു കുട്ടി ഉണ്ടെങ്കിൽ നിങ്ങൾ ആ കുട്ടി നന്നാവാൻ വേണ്ടിയിട്ട് ഒരു ഗുരുവിൻ്റെ അടുക്കലേക്ക് പറഞ്ഞയക്കുന്നു, ഒരു അറിയപ്പെട്ട നല്ല അറിവുള്ള ഒരു ഗുരുവിൻ്റെ അടുക്കലേക്ക് പറഞ്ഞയക്കുന്നു. അതേപോലെ തന്നെ ആ കുട്ടി കേടുവരാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു? ആ നാട്ടിലൊരു തെമ്മാടിയായ ഒരാളെയും ഏർപ്പാടാക്കുന്നു. നിങ്ങൾ ചെയ്യുമോ? അപ്പം അള്ളാഹ് ചെയ്ത പരിപാടി, ഒരാളെ നന്നാവാൻ വേണ്ടിയിട്ട് അള്ളാഹ് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കേടുവരാൻ വേണ്ടിയിട്ട് നന്നാക്കാൻ വേണ്ടിയിട്ട് 1,25,000 പ്രവാചകന്മാരെ അയച്ചു എന്ന് പറയുന്ന അള്ളാഹ് തന്നെ എല്ലാ കാലത്തേക്കും തിന്മ പ്രവർത്തിക്കാൻ വേണ്ടി, ഇവിടെ അള്ളാഹുവാണ് തിന്മ ചെയ്യുന്നതെന്ന് വേറെ വിശ്വസിച്ചാലേ നമ്മൾ സ്വർഗത്തിൽ പോകും മുസ്ലിം ആവുകയുള്ളൂ. പക്ഷേ ഇവിടെ ഇബ്ലീസാണ് എന്ന ഒരു വൈരുദ്ധ്യം കാണുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ആദമിനെ സുജൂദ് ചെയ്യാനായിട്ടാണ് ഇബ്ലീസിനെ പുറത്താക്കിയത് എന്നാണ് പറയുന്നത്. ആദമിനെ സുജൂദ് ചെയ്യാൻ മുട്ടിയാൽ മുഴങ്ങുന്ന കളിമണ്ണ് കൊണ്ട് ആദമിനെ രൂപമുണ്ടാക്കി അതിൽ ഊതി ജീവൻ വെപ്പിച്ച സമയത്ത് മലക്കുകളോട് പറഞ്ഞ് സുജൂദ് ചെയ്യാൻ, പക്ഷേ ഇബ്ലീസ് സുജൂദ് ചെയ്തില്ല. പക്ഷേ ഇബ്ലീസ് ജിന്നിൽപ്പെട്ടവനായിരുന്നു എന്നൊരു കോമഡി വേറെയുണ്ട്. പിന്നെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയിട്ട് ആദമിനെയും അവനെയും പിഴപ്പിക്കാൻ വേണ്ടിയിട്ട് ഇബ്ലീസ് സ്വർഗത്തിൽ എത്തുന്നുണ്ട്. അതെങ്ങനെ എത്തിയെന്നുള്ള ചോദ്യം മതകഥയിൽ ചോദ്യമില്ലാത്തതുകൊണ്ട് ആ ചോദ്യത്തിന് പ്രസക്തിയില്ല. അതേപോലെ തന്നെ ഇവിടെ ഇബ്ലീസിനെ വഴി പിഴപ്പിച്ചത് അള്ളാഹുവാണെന്ന് ഖുർആൻ 7:16 പറയുന്നു. പിന്നെ ഈ ലോകാവസാനം വരെ മനുഷ്യന്മാരെ നശിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ കേടുവരുത്താൻ വേണ്ടി സമയം ചോദിച്ചപ്പോൾ അള്ളാഹു നീട്ടിക്കൊടുത്തതായിട്ടും ഖുർആനിലെ ആയത്തിന് നമുക്ക് കാണാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ ഖുർആൻ 106:137 പറയുന്നു, അതുപോലെ തന്നെ ധാരാളം ബഹുദൈവ വിശ്വാസികൾ തങ്ങളുടെ മക്കളെ കൊല്ലുന്നത് അവരുടെ പങ്കാളികൾ ഭൂഷണമായി തോന്നിപ്പിച്ചിരിക്കുന്നു. അവരെ വിപത്തിൽപ്പെടുത്തലും അവർക്ക് തങ്ങളുടെ മതം തിരിച്ചറിയാതാകാതെയാകലുമാണ് അതുകൊണ്ടുണ്ടാവുന്നത്. അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അവരങ്ങനെ ചെയ്യുമായിരുന്നില്ല. ഇവിടെ പണ്ട് ദാരിദ്ര്യമൊക്കെ ഭയന്നിട്ട് സന്താനങ്ങളെ വധിച്ചു കളയുന്നൊരു ഏർപ്പാടുണ്ടായിരുന്നു പണ്ട് പുരാതന കാട്ടറബികളുടെ ഇടയിലൊക്കെ. അത് അവർ ഇബ്രാഹിമിൻ്റെ മകൻ ഇസ്മായിലിൻ്റെ സന്തതി പരമ്പര അവകാശപ്പെട്ടുകൊണ്ട് ആ കാലങ്ങളിൽ നടമാടിയിരുന്നൊരു ദുരാചാരമായിരുന്നു. അതും അള്ളാഹു ഉദ്ദേശിച്ചിരുന്നില്ലെങ്കിൽ അവരങ്ങനെ ചെയ്യുമായിരുന്നില്ല എന്ന് അള്ളാഹു ഉദ്ദേശിച്ചത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് സാരം. പിന്നെ അതേപോലെ അള്ളാഹു നിങ്ങളെ വഴിതെറ്റിച്ചു കളയാൻ ഉദ്ദേശിച്ചുവെങ്കിൽ ഞാൻ നിങ്ങളെ എത്ര ഉപദേശിച്ചാലും ആ ഉപദേശം നിങ്ങൾക്ക് ഉപകരിക്കില്ല എന്ന് പറയുന്ന ഖുർആൻ 11:34. അതായത് 950 വർഷക്കാലം ആദം നബി 1000 വർഷക്കാലം ജീവിച്ചു, നൂഹ് നബി 950 വർഷക്കാലം ജീവിച്ചു എന്ന് പറയുന്നത്. ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഒത്ത് ഇണങ്ങിയ 50 വയസ്സിന് ശേഷം കല്യാണ പരമ്പര നടത്തിയ ശരീരം ദാനം ചെയ്തവരും അടിമസ്ത്രീകളുമായിട്ട് ഒരുപാട് സ്ത്രീകളുള്ള മുഹമ്മദ് നബിക്ക് 63 വയസ്സ്, അതും അന്ത്യപ്രവാചകനായ 63 വയസ്സ് അനുഭവിച്ചിട്ടുള്ളൂ. ഇവിടെ നൂഹ് നബിക്ക് 950 വർഷം അവിടുത്തെ ജനങ്ങളോട് പ്രബോധനം നടത്തിയിട്ടും പറയുന്നത് 11:34 പറയുന്നത് അള്ളാഹു വഴിതെറ്റിച്ച് കളയാൻ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ഞാൻ നിങ്ങളെ എത്ര ഉപദേശിച്ചാലും ഉപദേശം കേൾക്കില്ല എന്ന്. ഇവിടെ നൂഹ് നബിക്കും സാധിച്ചില്ല, അതും അള്ളാഹു അങ്ങനെ ചെയ്തുകൊണ്ടാണ് എന്നാണ് പറയുന്നത്. പിന്നെ 10:99 പറയുന്നത്, നിന്റെ നാഥൻ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ഭൂമിയിലുള്ളവരൊക്കെയും സത്യവിശ്വാസം സ്വീകരിക്കുമായിരുന്നു. എന്നിരിക്കെ ജനങ്ങൾ വിശ്വാസികളാവാൻ നീ അവരെ നിർബന്ധിക്കുകയോ? ഇനി ഞാൻ കുറച്ച് ഹദീസുകളിലേക്കാണ് പോകുന്നത് ഈ വിഷയത്തിൽ. അതായത് ഖദർ ഖലാ എല്ലാം അള്ളാഹു മുൻകൂട്ടി തീരുമാനിച്ചു എന്ന കാര്യത്തിൽ ഹദീസുകൾ, ഇസ്ലാമിക ഹദീസുകൾ എന്ത് പറയുന്നത് നമുക്ക് നോക്കാം. സൃഷ്ടികർമ്മത്തിന് മുമ്പേ തന്നെ വിധി രേഖപ്പെടുത്തി. സഹീഹ് മുസ്ലിം IPH പുറത്തിറക്കിയ അധ്യായം വിധിവിശ്വാസം ഹദീസ് നമ്പർ 1841. അതേപോലെ തന്നെ IPH പുറത്തിറക്കിയ തിർമിദിയിൽ ഹദീസ് നമ്പർ 2157 അബ്ദുല്ലാഹിബ്നു അംർ ഇബ്നുൽ ആസിൽ നിന്ന് നബി പറയുന്നത് ഞാൻ കേട്ടു, അള്ളാഹു ആകാശഭൂമികൾ സൃഷ്ടിക്കുന്നതിന് 50,000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സൃഷ്ടിജാലങ്ങളുടെ വിധി അവൻ രേഖപ്പെടുത്തി. അന്ന് അവൻ്റെ സിംഹാസനം വെള്ളത്തിന് മുകളിലായിരുന്നു.
ഇത് ഭൂമിയൊക്കെ ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ അവിടെ ശൂന്യമായിരുന്നു, അവൻ്റെ സിംഹാസനം വെള്ളത്തിലായിരുന്നു എന്ന് പറയുന്നത് കേട്ടോ. അതായത് അപ്പം വെള്ളമുണ്ട്, സിംഹാസനമുണ്ട്, അള്ളാഹുവിന് ചന്തിയുണ്ട്. അത് എൻ്റെ വിഷയമല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഏതായാലും അപ്പം സൃഷ്ടിജാലങ്ങൾ സൃഷ്ടിക്കുന്ന മുമ്പ് തന്നെ 50,000 വർഷങ്ങൾക്ക് മുമ്പേ അള്ളാഹു മനുഷ്യരുടെയൊക്കെ വിധികൾ എന്ത് ചെയ്യണമെന്ന് രേഖപ്പെടുത്തി എന്നാണ് പറയുന്നത്. ഇനി വിധി മുന്നേ നടന്നുള്ള മറ്റൊരു ഹദീസ് IPH പുറത്തിറക്കിയ മുസ്ലിം അധ്യായം വിധിവിശ്വാസം 18:41 പറയുന്നു, മുസൈന ഗോത്രത്തിൽപ്പെട്ട 2 പേർ പ്രവാചകന്റെ അടുക്കൽ വന്നു. അവർ പറഞ്ഞു, പ്രവാചകരെ, അത്യധ്വാനത്തോടെ ജനങ്ങൾ ഇന്ന് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? അത് മുമ്പേ അള്ളാഹു നിശ്ചയിച്ചു കഴിഞ്ഞ വിധിയിൽ സംഭവിച്ചതാണോ, അതോ അവരുടെ പ്രവാചകൻ ദൈവിക സന്ദേശം അവർക്ക് എത്തിക്കുകയും അങ്ങനെ അവർക്കെതിരെ തെളിവ് സ്ഥാപിതമാകുകയും ചെയ്തതിനു ശേഷം അവർ പ്രവർത്തിക്കുന്നതിൻ്റെ അടിസ്ഥാനം തീരുമാനിക്കപ്പെടുന്ന കാര്യമാണോ? അവിടെ നിന്ന് പറഞ്ഞു, അല്ല, മുൻകൂട്ടി അള്ളാഹു നിശ്ചയിച്ച വിധി അനുസരിച്ചാണ്. ഇവിടെയും പറയുന്നു, എല്ലാം മുൻകൂട്ടി അള്ളാഹു നിശ്ചയിച്ച വിധി അനുസരിച്ചാണ് സംഭവിക്കുന്നതെന്ന്. ഇനി അള്ളാഹു മനുഷ്യന്മാരെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ഒരു ഏടിൽ എല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറയുന്ന ഹദീസ് നോക്കാം. IPH മുസ്ലിം അധ്യായം വിധിവിശ്വാസം 18:48, IPH തന്നെ തിർമിദിയിൽ ഹദീസ് നമ്പർ 21:38 പറയുന്നു, ഹുദൈഫത്ത് ബിൻ അസീദ് നബിയിൽ നിന്ന്, രേതസ് കണം മാതാവിൻ്റെ ഗർഭാശയത്തിൽ ഉറച്ച് 40 or 45 ദിവസം കഴിയുമ്പോൾ മലക്ക് പ്രവേശിക്കും. എന്നിട്ട് ചോദിക്കും, എൻ്റെ നാഥ സൗഭാഗ്യവാനോ ദൗർഭാഗ്യവാനോ? അങ്ങനെ അവ രേഖപ്പെടുത്തും. മലക്ക് വീണ്ടും ചോദിക്കും, എൻ്റെ നാഥ ആണോ പെണ്ണോ? അവയും രേഖപ്പെടുത്തും. അവൻ്റെ കർമ്മം, അവൻ മൂലമുണ്ടാകുന്ന പ്രതിഫലനം, അവൻ്റെ ആയുസ്, അന്നം എന്നിവ രേഖപ്പെടുത്തും. അതിൽ ഏറ്റുകയോ കുറയ്ക്കുകയോ ഇല്ല. അതായത് ഒരു ഏടിലെല്ലാം രേഖപ്പെടുത്തി കഴിഞ്ഞതിന് ശേഷം അത് ഏറ്റുകയോ കുറയ്ക്കുകയോ ഒന്നുമില്ല. പിന്നെ എന്തിന് പ്രാർത്ഥിക്കുന്നു എന്നും ചോദിച്ചിട്ട് കാര്യമില്ല. പിന്നെ ഒരാൾ സ്വർഗത്തിലോ നരകത്തിലോ എന്ന് നമുക്ക് നോക്കാം. IPH മുസ്ലിം ഹദീസ് നമ്പർ 18:44 പറയുന്നു, അലിയിൽ നിന്ന്, ബക്കിയുൽ ഗർഗദിലെ ഒരു ജനാസ സംസ്കരണത്തിലായിരുന്നു ഞങ്ങൾ. അപ്പോൾ പ്രവാചകൻ ഞങ്ങളുടെ അടുത്തു വന്നു. അദ്ദേഹം ഒരു ഭാഗത്ത് ഇരുന്നു. അദ്ദേഹത്തിന് ചുറ്റും ഞങ്ങളും ഇരുന്നു. പ്രവാചകൻ്റെ കയ്യിൽ ഊന്നുവടി ഉണ്ടായിരുന്നു. അവിടെ നിന്ന് തല താഴ്ത്തി ചിന്താഭാവത്തിലായി. വടികൊണ്ട് മണ്ണിൽ കുറെ വരയിട്ടു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളിൽ ആരുമില്ല, സൃഷ്ടിക്കപ്പെട്ട ഒരാത്മാവുമില്ല. അതിൻ്റെ സ്ഥാനം അള്ളാഹു സ്വർഗത്തിലോ നരകത്തിലോ എന്ന് രേഖപ്പെടുത്തിയിട്ടല്ലാതെ, സൗഭാഗ്യവാനോ ദൗർഭാഗ്യവാനോ എന്ന് രേഖപ്പെടുത്തിയിട്ടല്ലാതെ. ഇതൊന്നും എനിക്ക് വിശദീകരിക്കണം തോന്നില്ല. ഇനി മറ്റൊരു കോമഡി, അള്ളാഹു എല്ലാം ഒരു പേന കൊണ്ട് എഴുതി എന്നാണ് പറയുന്നത്. IPH പുറത്തിറക്കിയ തിർമിദി അധ്യായം വിധിവിശ്വാസം 21:56 പറയുന്നു, അള്ളാഹു ആദ്യമായി സൃഷ്ടിച്ചത് പേനയാകുന്നു. ഇതിനു മുമ്പ് വേറെ ഇടയ്ക്കിലൊക്കെ തപ്പിയൊക്കെ നമുക്ക് ബാക്കി വേറെന്തൊക്കെയാണെന്ന് കാണാൻ പറ്റും, പോട്ടെ. ഇതിൽ പറയുന്ന അള്ളാഹു ആദ്യമായി സൃഷ്ടിച്ചത് പേനയാകുന്നു. എന്നിട്ട് അതിനോട് അള്ളാഹു പറഞ്ഞു, നീ എഴുതുക. എന്താണ് ഞാൻ എഴുതേണ്ടത്? പേന ചോദിച്ചു. ദൈവവിധി, ഖദർ എഴുതുക. അതായത് ഉണ്ടായി കഴിഞ്ഞതും എന്നേക്കും ഉണ്ടാകാൻ പോകുന്നതുമായ കാര്യങ്ങൾ അള്ളാഹു പറഞ്ഞു. ഇനി ഏത് കാര്യത്തിനാണോ സൃഷ്ടിക്കപ്പെട്ടത് അവരത് ചെയ്യുന്നു എന്ന് ബുഹാരിയിൽ, IPH ബുഹാരിലെ അധ്യായം വിധിവിശ്വാസം തന്നെ 20:43 പറയുന്നുണ്ട്. ഇമ്രുബിൻ ഹുസൈനിൽ നിന്ന് ഒരാൾ ചോദിച്ചു, അള്ളാഹുവിൻ്റെ ദൂതരെ, സ്വർഗാവകാശികളെ നരകാവകാശികളിൽ നിന്ന് തിരിച്ചറിയാൻ കഴിയുമോ? നബി പറഞ്ഞു, അതെ. അയാൾ വീണ്ടും ചോദിച്ചു, അപ്പോൾ പ്രവർത്തിക്കുന്നവർ എന്തിനു പ്രവർത്തിക്കണം? പ്രവാചകൻ പറഞ്ഞു, ഏതു കാര്യത്തിന് വേണ്ടിയാണോ സൃഷ്ടിക്കപ്പെട്ടത് അതിനു വേണ്ടി ഓരോരുത്തരും പ്രവർത്തിക്കുന്നു. ഇനി തിർമിദി, IPH തിർമിദി പറയുന്നു, ഹദീസ് നമ്പർ 21:36 ഇബ്നു ഉമറിൽ നിന്ന്, ഉമർ ചോദിച്ചു, അള്ളാഹുവിൻ്റെ ദൂതരെ, നാം ചെയ്യുന്ന കർമ്മം പുതുതായി ഉണ്ടാകുന്നതാണോ, അതോ അള്ളാഹു മുമ്പ് വിധിക്കുകയും തീരുമാനിച്ചുറപ്പിക്കുകയും ചെയ്തതാണോ? പ്രവാചകൻ പ്രതികരിച്ചു, ഖത്താബിൻ്റെ മകനെ, അള്ളാഹു വിധിച്ചു കഴിഞ്ഞതാണ്. എല്ലാവരും ഏതൊന്നിനാണോ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് അതിലേക്ക് സൗകര്യപ്പെടുത്തും. സൗഭാഗ്യവാന്മാരിൽപ്പെട്ടവൻ സൗഭാഗ്യത്തിന് വേണ്ടി കർമ്മം ചെയ്യും, ദൗർഭാഗ്യവാന്മാരിൽപ്പെട്ടവൻ ദൗർഭാഗ്യത്തിന് വേണ്ടിയുള്ള കർമ്മം ചെയ്യും. ഇനി തിർമിദി തന്നെ പറയുന്നു, IPH തിർമിദി ഹദീസ് നമ്പർ 21:42 അബ്ദുല്ലാഹിബ്നു അംറിൽ നിന്ന്, ഒരിക്കൽ പ്രവാചകൻ ഞങ്ങളുടെ അരികിൽ കടന്നു വന്നു. അപ്പോൾ തിരുമേനിയുടെ കയ്യിൽ 2 ഗ്രന്ഥങ്ങൾ ഉണ്ടായിരുന്നു. പ്രവാചകൻ ചോദിച്ചു, ഈ 2 ഗ്രന്ഥങ്ങൾ എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? ഞങ്ങൾ പറഞ്ഞു, ഇല്ല പ്രവാചകരെ, അങ്ങ് ഞങ്ങൾക്ക് അറിയിച്ചു തന്നാലല്ലാതെ. അവിടുന്ന് വലത് കയ്യിലുള്ളതിനെക്കുറിച്ച് പറഞ്ഞു, ഇത് ലോകരക്ഷിതാവിൽ നിന്നുള്ള ഗ്രന്ഥമാകുന്നു. ഇതിൽ സ്വർഗാവകാശികളുടെ പേരുകളും അവരുടെ പിതാക്കന്മാരുടെ ഗോത്രങ്ങളുടെയും പേരുകളുമാണുള്ളത്. പിന്നെ അവരുടെ മൊത്തമായ കണക്ക് ചേർത്തിരിക്കുകയാണ്. അവരിൽ ആരെയോ കൂട്ടുകയോ കുറയ്ക്കുകയോ ഇല്ല, ഒരിക്കലും. തുടർന്ന് പ്രവാചകൻ തൻ്റെ ഇടത് കയ്യിലുള്ളതിനെക്കുറിച്ച് പറഞ്ഞു, ഇത് ലോകരക്ഷിതാവിൽ നിന്നുള്ള ഗ്രന്ഥമാകുന്നു. ഇതിൽ നരകാവകാശികളുടെ പേരുകളും അവരുടെ പിതാക്കന്മാരുടെ ഗോത്രങ്ങളുടെയും പേരുകളുമാണുള്ളത്. തുടർന്ന് അവരുടെ മൊത്തമായ കണക്കും ചേർത്തിരിക്കുകയാണ്. അവരിൽ ആരെയും കൂട്ടുകയോ കുറയ്ക്കുകയോ ഇല്ല. ഇവിടെയും കൃത്യമായി പറയുന്നു, മനുഷ്യന്മാർക്ക് ഉണ്ടാകുന്നതിന് മുമ്പ് ഇസ്ലാം ലോകത്തുള്ള എല്ലാ മതങ്ങളും ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് ജനസഞ്ചയങ്ങൾ ഇവിടെ മരിച്ചു പിരിഞ്ഞു പോയിട്ടുണ്ട്
എന്താണ് അറിയാതെ ഇപ്പോഴും ജീവിക്കുന്ന ജനലക്ഷങ്ങളുണ്ട്. അവരൊക്കെ തന്നെ എന്താവണമെന്നും എവിടെയാവണമെന്നും അവരുടെ കർമ്മം എന്താവണമെന്നും അവർ സ്വർഗത്തിലാണോ നരകത്തിലാണെങ്കിലോ എന്നൊക്കെ തന്നെ അന്ന് മുഹമ്മദിൻ്റെ ഇടത് കൈയിലും വലത് കൈയിലും ഉണ്ടായിരുന്ന 2 ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതിലാരെയും കൂട്ടുകയോ കുറയ്ക്കുകയോ ഒന്നുമില്ലാന്ന്. ഇത് ഏറ്റവും വലിയൊരു കോമഡി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ആദവും മൂസയും തമ്മിൽ ഒരു സംവാദം നടക്കുക. ആദമ് ആദ്യം ഉണ്ടായ മനുഷ്യനാണ്, മൂസ അതിനൊക്കെ എത്രയോ കാലം ശേഷം ഉണ്ടായ മനുഷ്യനാണ്. രണ്ടും സെമിറ്റിക് മതങ്ങളിലെ പ്രവാചകരാണ്, കഥാപാത്രങ്ങളാണ്. അവരെല്ലാവരും കുറച്ച് പേരിൻ്റെ ലേശം മാറ്റിയിട്ടൊക്കെ ഉപയോഗിക്കുന്നവരാണ്. അവരൊക്കെ മോശയാവും എന്നുള്ള മാറ്റമേ ഉള്ളൂ. അപ്പം ആദമും മൂസയും തമ്മിൽ സംഭാഷണം നടക്കുകയാണ്. IPH മുസ്ലിം വിധിവിശ്വാസം ഹദീസ് നമ്പർ 1842, IPH തിർമിദി വിധിവിശ്വാസം 2135. അബൂ ഹുറൈറയിൽ നിന്ന് നബി അരുളി, ആദമും മൂസയും തർക്കിച്ചു. മൂസ ചോദിച്ചു, ഹേ ആദം, അള്ളാഹു താങ്കളെ സ്വന്തം കൈകൊണ്ട് സൃഷ്ടിക്കുകയും സ്വന്തം ചൈതന്യം താങ്കളിൽ ഊതുകയും അവൻ്റെ മലക്കുകളെ കൊണ്ട് താങ്കൾക്ക് സാഷ്ടാംഗം ചെയ്യിപ്പിക്കുകയും അവൻ്റെ സ്വർഗത്തിൽ താങ്കളെ പാർപ്പിക്കുകയും ചെയ്ത ആദമാണ് താങ്കൾ. പിന്നെ താങ്കളുടെ പാപപ്രവൃത്തി മൂലമല്ലേ ജനങ്ങളെ ഭൂമിയിലേക്ക് ഇറക്കി വിട്ടത്? മീൻസ് വിലക്കപ്പെട്ട കാര്യം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദം പ്രതികരിച്ചു, അള്ളാഹു നേരിട്ട് സംസാരിക്കാൻ തിരഞ്ഞെടുത്ത മൂസയാണ് താങ്കൾ. ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പായി അള്ളാഹു എൻ്റെ മേൽ വിധിച്ച ഒരു കർമ്മം ചെയ്തതിൻ്റെ പേരിലാണോ താങ്കൾ എന്നെ ആക്ഷേപിക്കുന്നത്? പ്രവാചകൻ പറഞ്ഞു. അങ്ങനെ ആദം മൂസയെ വാദത്തിൽ തോൽപ്പിച്ചു. ഇവിടെയും പറയുന്നത് അള്ളാഹു ആദ്യമേ തന്നെ ആദം ഇങ്ങനെയൊക്കെ ചെയ്യുമെന്നും ഇങ്ങനെ പുറത്താക്കുന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പം അത് ഞാൻ ചെയ്തു എന്നേ ഉള്ളൂ, അതിനെന്തിനാണ് എന്നെ വാദപ്രതിവാദം നടത്തി തോൽപ്പിക്കുന്നത്, അതിനെന്നാണ് എന്നെ ആക്ഷേപിക്കുന്നത് ചോദിച്ച് ഇവിടെ മുഹമ്മദ് എന്നാ പറയുക, അങ്ങനെ ആദം മൂസയെ വാദത്തിൽ തോൽപ്പിച്ചു. അതേപോലെ നേർച്ചയോ മന്ത്രമോ മരുന്നോ ഒന്നും ദൈവവിധി തടയുകയില്ല എന്ന് പറയുന്നുണ്ട് ഹദീസ്. ബുഹാരി പറയുന്നുണ്ട്. IPH പുറത്തൊക്കെ ബുഹാരിയിൽ അധ്യായം വിധിവിശ്വാസത്തിൽ അധ്യായം വിധി ഹദീസ് നമ്പർ 2045 പറയുന്നു, അബൂ ഹുറൈറയിൽ നിന്ന് നബി പറഞ്ഞു, അള്ളാഹു നിർണയിച്ചു വെച്ചതല്ലാതെ നേർച്ച മൂലം മനുഷ്യന് ഒരു നേട്ടവും ലഭിക്കില്ല. അപ്പം നമ്മുടെ നാട്ടിൽ കൂടിയൊക്കെയുള്ള പള്ളികളിലും മറ്റൊക്കെ തന്നെ നേർച്ച നടത്തുന്നുണ്ട്. നമുക്കറിയാം അതിൻ്റെ ഒന്നും പ്രതിഫലനം എന്താവുന്നത് നമുക്ക് ഈ ഹദീസ് കൊണ്ട് ഊഹിച്ചാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. അതേപോലെ തന്നെ തിർമിദി പറയുന്നു, IPH അധ്യായം വിധിവിശ്വാസം ഹദീസ് നമ്പർ 2149, അബൂ ഖുസാമത്തുബ്നു യഅ്മുർ അസഅദിയിൽ നിന്ന് ഒരാൾ നബിയുടെ അടുത്ത് വന്ന് പറഞ്ഞു, ഞങ്ങൾ മന്ത്രിക്കാറുള്ള മന്ത്രത്തെക്കുറിച്ചും ചികിത്സിക്കാറുള്ള മരുന്നിനെക്കുറിച്ചും കെട്ടാറുള്ള ഉറുക്കിനെക്കുറിച്ചും അങ്ങയുടെ അഭിപ്രായം എന്താണ്? അവ അള്ളാഹുവിൻ്റെ വിധിയിൽ നിന്ന് എന്തെങ്കിലും തടയുമോ? പ്രവാചകൻ പ്രതികരിച്ചു, അവയും അള്ളാഹുവിൻ്റെ വിധിയിൽപ്പെട്ടതാണ്. പിന്നെ എന്തിനാണ് പ്രാർത്ഥന, എന്തിനാണ് ചികിത്സ എന്നത് വിശ്വാസികൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. ഇപ്പോൾ ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിൽ നിന്ന് നമ്മൾ അത്രത്തോളം കാര്യങ്ങളൊന്ന് അനലൈസ് ചെയ്യുന്ന സമയത്ത് എന്താ നമുക്ക് മനസ്സിലാവുന്നത്? ഇവിടെ മനുഷ്യന്മാർ എന്ത് തെറ്റ് ചെയ്യുന്നോ എന്ത് നന്മ ചെയ്യുന്നോ എല്ലാം അള്ളാഹു ആദ്യമേ മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പേ തന്നെ തീരുമാനിച്ചുറപ്പിച്ചതിന് പ്രകാരമാണ് മനുഷ്യൻ ചെയ്യുന്നത്. മനുഷ്യൻ ഒരു റോളും ഇല്ല. ഒരു യന്ത്രത്തെ പോലെയോ ഒരു റോബോട്ടിനെ പോലെയോ വെറുതെ അള്ളാഹുവിൻ്റെ ഇച്ഛക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന വെറും പാവകളാണ് മനുഷ്യർ എന്ന് നമുക്കറിയാം. എല്ലാം ആദ്യമേ തീരുമാനിക്കുകയും എന്നിട്ട് താൻ കഠിനമായി ശിക്ഷിക്കുന്നവനാണെന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യരെ കഠിനമായി ശിക്ഷിക്കുകയും ചെയ്യുന്ന ഒരു ദൈവത്തിൻ്റെ പേര് കാരുണ്യവാൻ എന്നല്ല, അസൽ സൈക്കോ ദൈവമാണ്. ആ ദൈവം ശരിക്കും കാരുണ്യവാനാവുന്നില്ല. അതേപോലെ ഞാൻ നേരത്തെ വെച്ചോണം, എന്തിന് പ്രാർത്ഥിക്കുന്നു, എന്തിന് ചികിത്സിക്കുന്നു. അതേപോലെ തന്നെ ഒരുപാട് അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്, ദാരിദ്ര്യം ഉണ്ടാവുന്നുണ്ട്, ദുരന്തങ്ങൾ ഉണ്ടാവുന്നുണ്ട്, പാലായനങ്ങൾ ഉണ്ടാവുന്നുണ്ട്. എത്രയെത്ര മനുഷ്യൻ്റെ മനസ്സിന് പോലും ഉൾക്കൊള്ളാൻ പറ്റാത്തത്ര പീഡനങ്ങൾ മനുഷ്യൻ അനുഭവിക്കുന്നുണ്ട്. ഇതൊക്കെ ആദ്യമേ തീരുമാനിച്ചതിൻ്റെ ഒരു ചാർട്ട് പ്രകാരം മാത്രമാണ് ഇവിടെ നടക്കുന്നത് എന്ന് സാരം. പിന്നെ ഏറ്റവും വലിയ മറ്റൊരു കോമഡി ഞാൻ പറയട്ടെ. ഈ ഒരു ഹദീസ് നിങ്ങൾ നോക്കുക. ഇതും ഞാൻ ഈ ഹദീസുകളൊക്കെ IPH പുറത്തിറക്കിയ ഹദീസ് ഗ്രന്ഥങ്ങളിൽ നിന്ന് എടുത്തത്. ഇതൊക്കെ കോമൺ ആയിട്ട് എല്ലാ ഹദീസുകളിലും ഉള്ളതാണ്. അപ്പം ഞാൻ എൻ്റെ കയ്യിലുള്ള ഹദീസ് പുസ്തകം അതായതുകൊണ്ടാണ് എടുത്തത്. ഈ ഹദീസ് ഒന്ന് വായിച്ചു നോക്കുക. മുസ്ലിം അധ്യായം തൗബ ഹദീസ് നമ്പർ 1922, അബൂ ഹുറൈറയിൽ നിന്ന് പ്രവാചകൻ പറഞ്ഞു, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ സത്യം. നിങ്ങൾ പാപം പ്രവർത്തിച്ചില്ലെങ്കിൽ നിങ്ങളെ അള്ളാഹു പൊക്കിക്കളയുകയും പാപം ചെയ്യുന്ന മറ്റൊരു സമൂഹത്തെ പകരം കൊണ്ടുവരികയും ചെയ്യും. അങ്ങനെ അവർ പാപം ചെയ്യും, എന്നിട്ട് അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടും, അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കുകയും ചെയ്യും. ഈ ഹദീസിൽ നിന്ന് എന്താണ് മനസ്സിലായത്? അതായത് താമരശ്ശേരിയിലുള്ള ജനങ്ങൾ എല്ലാവരും ഒരു തെറ്റും ചെയ്യാതെ നന്മ ചെയ്ത് മാത്രം ജീവിക്കണമെന്ന് വിചാരിക്കുകയാണ്.
അപ്പം അങ്ങനെ നിങ്ങൾ വിചാരിച്ചിട്ട് അങ്ങനെ നിങ്ങൾ ജീവിക്കാൻ തുടങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യുമെന്ന് അറിയാം, നമ്മുടെ കാരുണ്യവാനായ അള്ളാഹു എന്ന ദൈവം നിങ്ങളുടെ ഇവിടുത്തെ ജനങ്ങളെ മൊത്തം അട്ടിമറിച്ചിട്ട് പൊക്കിക്കളയുകയും എന്നിട്ട് പാപം ചെയ്യുന്ന ഒരു ജനസമൂഹത്തെ ഇവിടെ കൊണ്ടുവരികയും ചെയ്യും. എന്നിട്ട് ദൈവമേ പുറത്തുകൊണ്ട എന്ന് നായകക്ക് 40 വട്ടം അള്ളാഹുവിന് അതാണ് ഇഷ്ടം. ഈ അണ്ടകടാഹളം മൊത്തം സൃഷ്ടിച്ച് പരിപാലിച്ച് പോരുന്ന ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിൻ്റെ അത്രയും നമ്മളൊരു വിസ്തീർണം സങ്കല്പിച്ചാൽ അതിലൊരു വെറും മൺതരി പോലെ നെഗ്ലക്റ്റ് ചെയ്യാവുന്ന ഒരു ഗ്രഹത്തിലെ അതിലും ഇത്തിരി പോകുന്ന മനുഷ്യൻ്റെ പായാരങ്ങളും സ്തുതിഗീതങ്ങളും കേട്ടിട്ട് പുളകം കൊള്ളുന്ന ഒരു ദൈവം. ആ ദൈവം എന്താ പറയുന്നത് പറഞ്ഞാൽ, ആ ദൈവം മനുഷ്യനിലേക്ക് എപ്പോഴും ഇവിടെ കക്കൂസ പോകുന്ന സമയത്ത് ഏത് കാലമാണ് മുന്നോട്ട് പ്രയോഗിച്ചത്, അല്ലെങ്കിൽ കക്കൂസ പോകുന്ന സമയത്ത് ചെരുപ്പ് ധരിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ദിക്ർ ചെല്ലാനുള്ളത് ചെല്ലിയിട്ടുണ്ടോ, ഇവിടെ സ്ത്രീകൾ തലമുടി മറിച്ചിട്ടുണ്ടോ, എപ്പോഴും ഭർത്താവ് ഭാര്യയെ ആവശ്യത്തിന് ക്ഷണിക്കുമ്പോൾ അവർ അനുബന്ധം മൂളുന്നുണ്ടോ, ഇത്തരം കാര്യങ്ങൾ പാർത്തും പതുങ്ങിയും നോക്കുന്ന ഈ അണ്ടകടാളം മൊത്തം പരിപാലിച്ച് നോക്കേണ്ട ഒരു ദൈവം ഇതിലേക്ക് അധപ്പതിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ആ ദൈവം ഇവിടെ പാപം ചെയ്യുന്നവരെ മാത്രമേ ഇഷ്ടപ്പെടുന്നുള്ളൂ. എന്നിട്ട് ഇങ്ങനെ പാപം പൊറുക്കാൻ വേണ്ടി നമ്മളിങ്ങനെ തേടണം, പ്രാർത്ഥിക്കണം, അവരെയാണ് ഇഷ്ടമെന്ന് പച്ചക്ക് വെണ്ടക്ക അക്ഷരത്തിൽ ഹദീസ് ഗ്രന്ഥങ്ങളിൽ മുഹമ്മദ് പറഞ്ഞതായിട്ട് ഇവിടെ രേഖപ്പെടുത്തി നമുക്ക് കാണാൻ പറ്റും. നമുക്കറിയാം, ഹിറ്റ്ലർ 60 ലക്ഷത്തോളം ജൂതന്മാരെ കൊന്നു തള്ളി. ഗ്യാസ് ചേമ്പറുകളിലിട്ടും മറ്റും അതിക്രൂരമായി പീഡിപ്പിച്ച് 60 ലക്ഷത്തോളം ജൂതന്മാരെ കൊന്നു തള്ളി. ജൂത സമൂഹത്തിൻ്റെ 2/3 ഭാഗവും അദ്ദേഹം കൊന്നു തള്ളി. പല രീതിയിൽ കമ്മ്യൂണിസ്റ്റുകളെ കൊന്നു. ഈ 60 ലക്ഷം ജൂതന്മാരെയും ആദ്യമേ കൊല്ലുമെന്ന്, അല്ലെങ്കിൽ ആ മരിച്ച 60 ലക്ഷം ജൂതന്മാരും ഹിറ്റ്ലറിൻ്റെ കൈകളാൽ വധിക്കപ്പെടുമെന്ന് ആദ്യമേ അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, കംബോഡിയയിൽ പോൾപോട്ട് 30 ലക്ഷം ജനങ്ങളെ, അതായത് ആ രാജ്യത്തിൻ്റെ 25% ജനങ്ങളെ അതിക്രൂരമായി കൊന്നു തള്ളിയിട്ടുണ്ടെങ്കിൽ, അങ്ങനെ അദ്ദേഹം ചെയ്യുമെന്നും ആ മരിച്ച ആൾക്കാരുടെ വിധി അവരിങ്ങനെ മരിക്കുമെന്നും രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, കട്ടിപ്പാറ മുഹമ്മദ് ആഷിഖ് എന്ന് പറയുന്ന ഒരു വ്യക്തി സ്വന്തം ഉമ്മയെ കഴുത്തറുത്ത് കൊന്നിട്ടുണ്ടെങ്കിൽ, അദ്ദേഹം അത് ചെയ്യുമെന്നും ആ ഉമ്മ ഇങ്ങനെ മരിക്കുമെന്നും ആദ്യമേ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, ഗോവിന്ദച്ചാമി ട്രെയിനിൽ വെച്ച് സൗമ്യയെ തള്ളിയിട്ട് കൊല്ലുമെന്നും സൗമ്യ ഇങ്ങനെ മരിക്കുമെന്നും രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, അവരെങ്ങനെയാണ് തെറ്റുകാരാവുക? എല്ലാം തീരുമാനിച്ചുറപ്പിച്ചതിന് പ്രകാരം മനുഷ്യൻ ഒരു യന്ത്രപ്പാവയെപ്പോലെ ചെയ്യുമെന്ന് ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ ഉടനീളം പറയുമ്പോൾ, ഈ ഹദീസ് ഗ്രന്ഥങ്ങളെയും ഖുർആനെയും വെച്ച് ഞാൻ വിശ്വാസി സമൂഹത്തെ വെല്ലുവിളിക്കുന്നു. നിങ്ങൾക്കിത് തെറ്റാണെന്ന് തെളിച്ചു തരാൻ പറ്റുമോ? നിങ്ങൾ ഇന്നലെ ഈ വിഷയത്തിൽ ഞാനൊരു സംവാദം നടക്കുമ്പോൾ എൻ്റെ ഒരു സുഹൃത്ത്, ഒരു സക്കാഫി, എൻ്റെ മൊബൈലിലേക്ക് കുറേ വിധിവിശ്വാസത്തെക്കുറിച്ച് ക്ലാസ്സുകൾ ഇട്ടു. ഞാൻ ചോദിച്ചു, ഇതെല്ലാം വ്യാഖ്യാനിക്കുന്നത് ആരാണ്? ഇവിടുത്തെ ഉസ്താദുമാരോ നിങ്ങൾ ഇസ്ലാമിക പണ്ഡിതന്മാരെന്നോ അഭിപ്രായപ്പെടുന്നവരാണ്. അവരുടേതായ ന്യായങ്ങളാണ് പറയുന്നത്. എനിക്ക് വേണ്ടത് അള്ളാഹു എന്തു പറഞ്ഞു അത് ഖുർആനിലുണ്ടാവും, മുഹമ്മദ് എന്തു പറഞ്ഞു അത് ഹദീസിലുണ്ടാവും. അത് മാത്രം വെച്ചാണ് ഞാൻ നാളെ പ്രസൻറ്റേഷൻ അവതരിപ്പിക്കുന്നത്. നിങ്ങൾ കേൾക്കാൻ തയ്യാറുണ്ടെങ്കിൽ വരിക എന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കുന്ന വിശ്വാസി സമൂഹത്തോട്, ഈ ഹദീസും ആയത്തും വെച്ചുകൊണ്ട് ഇനിയും നിങ്ങൾക്ക് ന്യായീകരിക്കാൻ കഴിയുന്നെങ്കിൽ അതിന് അപാരമായ തൊലിക്കട്ടി വേണം. അതിന് പണ്ട് KV മുഹമ്മദ് മുസ്ലിയാർ നേരത്തെ ഖുർആൻ വ്യാഖ്യാനത്തിൽ പറഞ്ഞ പോലെ നമ്മൾ ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട, എന്താണോ പറഞ്ഞത് അതങ്ങോട്ട് ചെയ്താൽ മതി എന്ന് വിശ്വസിക്കാൻ ചിന്തയുടെ ആവശ്യമില്ല. തൽക്കാലം വിശ്വാസികളാണോ തലച്ചോറെടുത്തിട്ട് പുറത്തേക്കിടുക. അത്തരം പ്രവൃത്തികൾ ചെയ്താൽ വിശ്വാസിയാവും. പക്ഷേ ഒരു യുക്തിവാദി ആവണമെങ്കിൽ, ഒരു സ്വതന്ത്രനാണെങ്കിൽ നിരന്തരം പഠിക്കേണ്ടി വരും, വായിക്കേണ്ടി വരും. വിശ്വാസി സമൂഹത്തിൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ വേണ്ടി ആഴത്തിലുള്ള അറിവ് സമ്പാദിക്കേണ്ടി വരും. ഞാനൊക്കെ വിശ്വാസം നഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെ മാറി നിന്ന് എനിക്ക് ഒറ്റ വായന തന്നെ ഖുർആൻ വായനയിൽ ഈ സാധനം പൊട്ടി. ഇങ്ങനെയൊക്കെയാണെന്ന് ഇത്തരം ആയത്തുകളൊക്കെ വായിച്ച് മനസ്സിലായി. എൻ്റെയൊക്കെ ഫാമിലി എന്ന് പറഞ്ഞാൽ എല്ലാവരും മുസ്ലിം ഫാമിലിയാണ്, വീട്ടിലുള്ളവരെല്ലാവരും മുസ്ലിം ഫാമിലിയാണ്. അങ്ങനെ ഒരു ഫാമിലിയിൽ നിന്ന് ഞാൻ ഈ ഖുർആൻ വാലിൽ നിന്ന് എനിക്ക് പൊട്ടിയ സമയത്ത് ഇതൊന്നും എനിക്ക് വിളിച്ച് പറയേണ്ട, എൻ്റെ കാര്യം ഇതല്ല, 6-ാം നൂറ്റാണ്ടിലെ ഈ അഴുക്കുചാലിലൂടെ നീന്തിക്കളിക്കല്ല എന്ന് മനസ്സിലായി. എൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ച് വായന, എഴുത്ത് കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ പോകുന്ന സമയത്ത് പക്ഷേ ഇസ്ലാമിൻ്റെ മാത്രം പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് പറ്റില്ല എന്ന് തോന്നി നിങ്ങൾ മാറി നടന്ന എന്താ പ്രശ്നം? ക്യാമറ കണ്ണുകളോടുകൂടി നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് നോക്കുകയും നിങ്ങളെ കൂട്ടമായിട്ട് കടന്നൽ പറ്റങ്ങളെ പോലെ അവർ ആക്രമിക്കുകയും ചെയ്യും. സെമിറ്റിക് മതങ്ങളുടെ ഇടയിൽ ഒരു പക്ഷേ മറ്റു മതങ്ങൾ മാറിയിട്ടുണ്ടാവും, പക്ഷേ ഇസ്ലാം മാറിയിട്ടില്ല, മാറാൻ അനുവദിക്കുകയില്ല. ഒരു കാലത്തും മാറാൻ പറ്റാത്തത്ര വിധം കിതാബുകളിൽ ഇതുവരെ മാറ്റമില്ല, ഇനി മാറ്റാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ ആധുനിക ലോകത്തിന് മുമ്പിൽ വെക്കാൻ പറ്റാത്ത വഷളത്തരങ്ങൾ എഴുതി വെച്ചുകൊണ്ട്, മതം വിട്ടവനെ കൊല്ലണമെന്ന് എഴുതി വെച്ചുകൊണ്ട്, അങ്ങനെ ഓരോ കാര്യങ്ങളും എഴുതി വെച്ചുകൊണ്ട്, സ്ത്രീയെ മനുഷ്യനായി കാണാത്ത,
സ്ത്രീയെ ഇന്നും ഒരു ഉപഭോഗ വസ്തു മാത്രമായി കാണുന്ന, അതേപോലെ മാനവികത തൊട്ട് തീണ്ടിയില്ലാത്ത ഈ ഗ്രന്ഥങ്ങൾ നിരത്തി വെച്ചിട്ടാണ് ഇന്നും എന്ത് ചെയ്യുന്നത്, മനുഷ്യൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഇത്തരം ഗ്രന്ഥങ്ങളിലെ തെളിവുകൾ നിരത്തി വെച്ചുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, ഇതിനൊക്കെ നിങ്ങൾക്ക് തള്ളിക്കളയാൻ പറ്റുമോ? ഞാൻ വീണ്ടും പറയുന്നു, ഇന്ന് ഈ ഇസ്ലാമിക നിയമം അനുസരിച്ച് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും അള്ളാഹുവിനെതിരെ ക്രിമിനൽ കേസെടുക്കുകയും അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കുകയും വേണം. കാരണം ലോകത്തിൻ്റെ കൊടും കുറ്റവാളിയാണ് ഞാൻ ഈ വായിച്ചതിന് പ്രകാരം അള്ളാഹു എന്ന ദൈവം. ലോകത്തിൻ്റെ സർവമാന കാര്യങ്ങളും നന്മയും തിന്മയും തീരുമാനിക്കുകയും അതിന് പ്രകാരം മനുഷ്യനെ അത് ചെയ്യുന്നതിനനുസരിച്ച് മനുഷ്യനെ ശിക്ഷിക്കുകയും ചെയ്യും പറയുന്ന ഒരു സൈക്കോ ദൈവം കാരുണ്യവാനല്ല, കരുണാനിധിയല്ല, പിന്നെ തീർച്ചയായിട്ടും ഒരു സൈക്കോ ദൈവമാണ്. ഇനി നമ്മൾ ഇസ്ലാം അവിടെ നിൽക്കട്ടെ, മറ്റേത് മതമെടുത്ത് പരിശോധിച്ചാലും അതിൻ്റെ എല്ലാം ദൈവസങ്കല്പം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ രീതിയിലേക്ക് തന്നെ നമ്മൾ പോകുന്നത്. അത് മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടോ വരും കാലത്തിൻ്റെ മാറി വരുന്ന മനുഷ്യൻ്റെ ചിന്താഗതിക്കനുസരിച്ച് മാറി വരുന്ന തത്വശാസ്ത്രങ്ങളെ ആവിഷ്കരിക്കുകയോ ഒന്നും അല്ല ചെയ്യുന്നത്. അത് ഏത് കാലത്താണോ ജന്മം കൊണ്ടത്, ഗോത്രകാലത്താണെങ്കിൽ ഗോത്രകാലത്തെ നിയമം, അതല്ല അതിലും പ്രാചീന കാലത്താണെങ്കിൽ അതിൻ്റെ നിയമം എഴുതി വെച്ചിട്ട് മനുഷ്യനെ സെപ്പറേറ്റ് ചെയ്യുകയാണ് മാത്രം മതം ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ വെറുക്കുന്ന യുക്തിവാദികളെ വെറുക്കുന്ന മതക്കാരോട് ഞാൻ പറയുന്നു, നമ്മൾ ചെയ്യുന്നത് ആ സെപ്പറേറ്റ് ചെയ്യുന്ന മതങ്ങളെ മാറ്റി നിർത്തിയിട്ട് എല്ലാ മനുഷ്യരും ഒന്നാണ്, നമുക്ക് എല്ലാവരെയും സ്നേഹിക്കാൻ പറ്റും, ഇവിടെ ഒരു ജാതിയുമില്ല, ഒരു മതവുമില്ല, ആണും പെണ്ണും ഒക്കെ തുല്യ വർഗത്തിൽപ്പെട്ട മനുഷ്യരാണ്, അതേപോലെ ട്രാൻസ്ജെൻഡറുകളും എല്ലാവരും മനുഷ്യരാണെന്ന് ഉദ്ബോധിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. പക്ഷേ നമ്മുടെ കൈകളും കാതുകളൊക്കെ കെട്ടിപ്പൂട്ടി വെച്ചിരിക്കുകയാണ്. ഖുർആനിലൊരു ചൊല്ലുണ്ട്, സത്യവിശ്വാസികൾ എന്നാണ് ഖുർആൻ അഭിസംബോധന ചെയ്യുന്നത്. ഞാൻ പറയുന്നു, നമ്മളെല്ലാവരുമാണ് സത്യവിശ്വാസികൾ. കാരണം അറിവെന്ന ബോധവൃക്ഷത്തിൻ്റെ ചുവട്ടിൽ നിന്ന് മതമെന്ന ബോധവൃക്ഷത്തിൻ്റെ ചുവട്ടിൽ നിന്ന് അറിവ് നേടി ഇറങ്ങി നടന്നവരാണ് നാം എല്ലാം. നമുക്കെല്ലാം ബോധ്യപ്പെട്ട് കഴിഞ്ഞു, നമ്മുടെ ലക്ഷ്യം മാനവികതയാണ്. നമ്മുടെ ലക്ഷ്യം മതക്കാർ മുന്നോട്ട് വെക്കുന്ന ചീഞ്ഞളിഞ്ഞ പ്രാചീന സംസ്കാരത്തിൻ്റെ പൊടിപ്പും തൊങ്ങലുമല്ല നമ്മുടെ ലക്ഷ്യം. ഞാൻ മറ്റുള്ളവനെ ദ്രോഹിക്കാതെ എനിക്ക് എത്രമാത്രം സുഖമായി ജീവിക്കാൻ പറ്റും എന്നതിൽ നിന്ന് അടുത്ത തലമുറക്കും മറ്റുള്ളവരെ ദ്രോഹിക്കാതെ, ആ രാജ്യത്തിൻ്റെ ഭരണകൂടത്തെ ദ്രോഹിക്കാതെ എത്രമാത്രം സുഖകരമായി ജീവിക്കാൻ പറ്റും എന്നതിലേക്കുള്ള ഒരു അന്വേഷണവും കാൽവെപ്പുമാണ് നമ്മളെല്ലാവരും ചെയ്യുന്നതും ആ പ്രവർത്തനത്തിനാണ് നമ്മളെല്ലാവരും ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നതും. അതേ കൊണ്ട് തന്നെ നമ്മളാണ് സത്യവിശ്വാസികളും. നേരെ തിരിച്ച് ചോദ്യം ചെയ്യാൻ സമ്മതിക്കാത്ത, എന്തെങ്കിലും ചോദ്യം ചെയ്താൽ തന്നെ അത് ഇബ്ലീസിൻ്റെ അല്ലെങ്കിൽ ഷർറാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ തടയുന്നവരല്ല സത്യവിശ്വാസികൾ. നമ്മളെല്ലാവരും സത്യവിശ്വാസികളാണ് എന്ന് സാരം. വീണ്ടും ഞാൻ പറയുന്നു, ഇത്തരം ദൈവങ്ങളെയും ഇത്തരം ദൈവസങ്കല്പങ്ങളെയും അറബിക്കടലിൻ്റെ വിദൂരതയിലേക്ക് അങ്ങോട്ട് വലിച്ചെറിഞ്ഞുകൊണ്ട് സ്നേഹമാകുന്ന, നന്മയാകുന്ന, സഹിഷ്ണുതയാകുന്ന, കാരുണ്യമാകുന്ന മനുഷ്യത്വമെന്ന വികാരത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ആ വികാരത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന കെട്ടുറപ്പുള്ള മനുഷ്യരായി മാറാം നമുക്ക് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.